ഹലോ. ഓരോ ദിവസവും വലിക്കാണ്ടിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം ഇതാണ്. ലാസ്റ്റ് 2 years ആയിട്ട് ഞാൻ ഡെയിലി സ്വിം ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 10 months ആയിട്ട് ഞാൻ എൻ്റെ 10 lap, അതായത് 1000 meters ടൈം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഇനീഷ്യലി അത് ബിറ്റ്വീൻ 28 to 29 minutes ആയിരുന്നെങ്കിൽ അത് പയ്യെ അറൗണ്ട് 26 minutes നിന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരനക്കമില്ല. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഈ 26 minutes തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 മാസമായി. ബട്ട് ഇപ്പോൾ ഞാൻ വലി നിർത്തിയിട്ട് ഒരു 1 week പോലും ആവുന്നില്ല. എൻ്റെ ലാപ്പ് ടൈമിങ്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങി. ഇറ്റ്സ് അറൗണ്ട് 25 minutes now. മാത്രമല്ല, ഒരു 3 ലാപ്പ് ആകുമ്പോഴേക്കും ലോറി കയറിയ തവള പോലെ ആവുന്ന ഞാൻ ഇപ്പോൾ അതേ ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു 6 to 7 laps കഴിയുമ്പോഴാണ്. എൻ്റെ ബ്രീതിങ് റിതം കുറച്ചും കൂടി സ്റ്റേബിളായി, എൻ്റെ മസിൽ റിക്കവറി ഫാസ്റ്ററായി. 10 ലാപ്പ് കഴിഞ്ഞ് തീവണ്ടി പോലെ 2 minute കിടന്ന് കിതച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഒരു 30 to 45 seconds നോർമൽ ബ്രീതിങ്ങിലോട്ട് എത്തുന്നുണ്ട്. ഓൾ ദിസ് വിത്തിൻ ജസ്റ്റ് എ വീക്ക് സിൻസ് ഐ ക്വിറ്റ്. ഇതൊക്കെ ഒരു കൊച്ചു കുട്ടിയുടെ എക്സൈറ്റ്മെൻറ്റോടു കൂടി നിങ്ങളോട് പറയാൻ കാരണം ഇറ്റ്സ് അമേസിങ് ടു സീ ആൻഡ് ഫീൽ ദീസ് ചേഞ്ചസ്. ആരും വലിക്കരുതെന്നും പറഞ്ഞ് ഒരു ഓഞ്ഞ് മോട്ടിവേറ്റർ ആവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വേറൊരാൾ പറഞ്ഞിട്ട് അങ്ങനെ ആരും വലി നിർത്താനും പോകുന്നില്ല. ബട്ട് എന്നും കിടക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് സിഗരറ്റ് വലിച്ച് നാളെ മുതൽ ഞാൻ വലിക്കില്ല എന്ന് ശബ്ദം എടുത്തിട്ട് രാവിലെ കക്കൂസി പോകുന്നതിന് മുമ്പ് ആദ്യത്തെ സിഗരറ്റ് കത്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ആദ്യം നിങ്ങളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് റീസൺ വലി നിർത്താനായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. കാരണം നിങ്ങളുടെ ബോഡി ഡെയിലി നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്, ഈ ഒരു ഡിഫിക്കൽട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് എടുക്കേണ്ട അളിയ, ബാക്കി റിക്കവറി ഞാൻ നോക്കിക്കോളാം. ഓൾസോ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. എന്നെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് ടിപ്സുമായിട്ട്.